ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഗായ്സ്, ഇത് നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രിപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, ഇതാണ് നമ്മുടെ വഴി പോകുമ്പോൾ സീനറി. നമ്മൾ നെന്മാറ പാർക്കിലേക്കാണ്. നല്ല അടിപൊളി സീനറിയാണ്. നോക്കൂ ഗായ്സ്, അവിടെ നമ്മളെല്ലാവരും പോവുകയാണ്. നമ്മൾ നല്ല ജോളിയായിട്ടാണ് പോകുന്നത്. നമ്മുടെ മാമനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിതാ ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങള് ഒരു ഫോറസ്റ്റിലായിരുന്നു ഭക്ഷണം കഴിച്ചത്. അവിടെ ഒരു പാറയുടെ പുറത്താണ്, കണ്ടില്ലേ? ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ചോറ് ഷെയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അനിയൻ വെള്ളം കുടിക്കാൻ പോയി. നമ്മളപ്പം നെന്മാറ പെറ്റ്സ് പാർക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. അവിടെ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് കുറേ മീനുകളെയാണ്. അതിമനോഹരമായൊരു കാഴ്ചയാണ് ഗായ്സ് ഇത്. അടുത്തതായി നമ്മുടെ അനിയനാണ് ഈ കാണുന്നത്. അവൻ ഒരു പേടിയില്ലാതെ ആദ്യം തന്നെ പാമ്പിനെ എടുത്ത് കയ്യിലിടുന്നു. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം, ഇനിയും വലുത് വരാനുണ്ട്. അപ്പം അവൻ അത് കഴിഞ്ഞിട്ട് അവൻ താത്തേനെ കയ്യിലെടുക്കുന്നു. പക്ഷെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത് കൊത്തുപോന്നുള്ളൊരു അത് തലയിലൊക്കെ കയറും. മുടിയുള്ളവരുടെ തലയിൽ പിടിച്ചത് കയറും. ഇത് കണ്ടു, ചേച്ചിയുടെ തലയിലാണ് കയറുന്നത്. ഭയങ്കര പേടിയായിട്ടോ. കണ്ടാ ഗൈസ്, പേടിക്കുന്നുണ്ടാ? പെണ്ണുങ്ങൾക്കൊക്കെ തലയിൽ കയറുന്നു. മുടിയുള്ളത് കാരണം തലയിലേക്ക് അവർ പിടിച്ച് കയറും. ഗൈസ്, ഇനി എന്റെ അനിയത്തിയുടെ തലയിലേക്കാണ് കയറിയത്. പിടിച്ചു കയറി. അവളും കുറച്ച് പേടിച്ചിട്ടാണ് ഇരിക്കണത്. എന്റെ തലയിലാണ് എന്റെ തല കയറിയിട്ടില്ല. എനിക്ക് അധികം മുടിയില്ല. പെണ്ണുങ്ങളുടെ തല കയറും. അതുകൊണ്ട് എന്റെ തോളത്താണ് അത് കയറിയിരിക്കുന്നത്. അവനൊരു പേടിയുമില്ലാതെ നിൽക്കുന്നുണ്ട്. അടുത്തതായി എന്റെ അമ്മയുടെ തലയിലാണ് തത്ത കയറിയിരിക്കുന്നത്. അമ്മയ്ക്കധികം പേടിയില്ല. പിന്നെ ഇതാണ് നമ്മൾ വലുത് വരാനുണ്ട് എന്ന് പറഞ്ഞത്. അവൻ ഒരു പേടിയില്ല. ആദ്യം വലിയ പാമ്പിനെ എടുത്ത് തലയിൽ കിട്ടു. ഇവൻ 2 പാമ്പിനെയും പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഇവന് മാത്രമേ കുറച്ചുകൂടെ വരാൻ പോകും. ഗൈസ്, ഇതാണ് ഞാൻ പാമ്പിനിട്ടത്. ഇവനും ഒരു പേടിയില്ലാതെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊക്കെ പേടിയില്ല. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. എനിക്ക് പേടിയൊക്കെ. പിന്നെ ഇത് ആടുകളാണ്. ഇവരുടെ കൂടെ ഞങ്ങൾ കുറെ കളിച്ചു. നല്ല ജോളിയായിരുന്നു. ഞാനാണ് ഈ ഇല വാരി കൊടുക്കുക. ഇത് കണ്ട, ഇവൻ നല്ല ക്യൂട്ടൊക്കെ ആണെങ്കിലും ഇവൻ ഭയങ്കര കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി പേടിപ്പെടുത്തുന്നതാണ്. എന്നാലും ഇവൻ പാവുക. ഇവന്റെ താടിയൊക്കെ ഇങ്ങനെ പിടിച്ച്. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. കണ്ട, ചുമലത്തെ. പക്ഷെ അമ്മച്ചിയുടെ തല കയറിയില്ല. അത് കൈ താത്തി പിടിച്ചോണ്ട് അമ്മച്ചിയുടെ തലയിലേക്ക് കയറിയില്ല. അല്ലെങ്കിൽ മുടിയില്ലാത്തോണ്ടാണോന്നും അറിയില്ല. പക്ഷെ അമ്മച്ചിക്ക് മുടിയുണ്ട്. പക്ഷെ ആ തത്ത എനിക്ക് തോന്നുന്നു പച്ചത്തത്ത ആയോണ്ടാ കയറാഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ അത് അമ്മച്ചിയുടെ തോളത്ത് കയറാണ്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു തലയിലെ ടൈ കാരണമായിരിക്കും കയറാത്തത്. അടുത്തത് നമ്മുടെ മാമൻ പക്ഷെ മാമന് ചെറിയൊരു പേടിയുണ്ടെന്നാണ് തോന്നണത്. അടുത്തത് എന്റെ ചേച്ചി കുതിരപ്പുറത്ത് പോകണം. പേടിച്ചിതായാണ് ഇരിക്കണത്. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടാ. കണ്ടില്ല, ഞങ്ങളെല്ലാരും ഊഞ്ഞാലടിക്കാണ് അവിടെ ഇരുന്നിട്ട്. ഞാൻ പുറകിൽ ഊഞ്ഞാലാട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ സ്പീഡിൽ വന്നപ്പോൾ ആട്ടണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഞാൻ പോയി. അത് ചേച്ചി അറിഞ്ഞു. നമ്മുടെ മാമനും കൂടെ ഒരു റൊമാൻറ്റിക് സീൻ എടുക്കുകയാണ്. അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഒരു പാട്ടൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് പോയി കാണുക. പിന്നെ നമ്മുടെ മാമി സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ മാമി ഇവിടെ ഹോഴ്സ് റൈഡ് ചെയ്യാണ്. ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കണത്. പിന്നെ നമ്മളൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ എൻട്രി ടിക്കറ്റിന്റെ ചാർജ് 150 രൂപയായിരുന്നു. ഈ ഹോഴ്സ് റൈഡ് കയറാൻ വേണ്ടിയിട്ട് പിന്നെ 50 രൂപ കൊടുത്തു. ബാക്കിയുള്ളതൊന്നും പൈസ ഇല്ല. പിന്നെ മാമി ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുന്ന ഭയങ്കര ശബ്ദമൊക്കെ വിറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു 10 അടി നടക്കണതേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു 10 രൂപയുടെ 20 രൂപ 10 രൂപയുടെ ഒരു സാധനം. 50 രൂപയൊക്കെ ഭയങ്കര. ഇനിയാണ് എൻ്റെ അനിയൻ അതിനും വലിയ ഇതിനെ പിടിക്കാൻ പോണത്. ഇത് കഴിഞ്ഞതാ ഞങ്ങൾ കുതിരയുടെ പുറത്തൊക്കെ കയറി ഇതായി വരികയായിരുന്നു. ഇത് കണ്ടില്ലേ ഗൈസ്? കണ്ടാ, മാമനാണ് കുതിരപ്പുറത്ത് കയറാൻ പോണത്. എൻ്റെ മാമൻ റോൺ PV അങ്ങോട്ട് കേറുന്നു. കേറാണ്. നിങ്ങൾ ഒരു പേടിയില്ലാതാണ് മാമൻ. മാമീനെ പോലെ അല്ല മാമൻ. ഭയങ്കര ധൈര്യത്തോടെ കേറിയിരിക്കുന്നു. നല്ല ഇതിലാണ് മാമൻ പോണത്. ഒരു പേടിയുമില്ലാതെയാണ് മാമൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞതാ ഞങ്ങൾ ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് മാമൻ ഇത് കണ്ടില്ലേ? ഇത് ഞങ്ങളൊരു റീൽ എടുക്കായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇതാണ് ആ റീലിന്റെ ബാക്കി. അത് ഒരു പാമ്പിനെ തലയിലിടുന്ന ഒരു കഥ. പാമ്പിന്റെ ഇതുപോലെയാണിത്.
അത് കഴിഞ്ഞതാ ഞങ്ങൾ wind up ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്ത് ടാറ്റയൊക്കെ കൊടുത്തു. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ.